രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ താക്കീതുമായി പെരിയ കേസിലെ കോടതി വിധി. അക്രമ രാഷ്ട്രീയം 2 യുവാക്കളുടെ ജീവനെടുത്ത കേസെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നത നേതാക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അണികൾ തമ്മിൽ തല്ലിച്ചാകുന്നു എന്ന കോടതി നിരീക്ഷണം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തിലധികം നീണ്ട വിചാരണയ്ക്കുമൊടുവിൽ എത്തിയ വിധി. കൊന്നവരും കൊല്ലിച്ചവരുമൊക്കെ ഇരുമ്പഴിക്കുള്ളിലേക്ക്. TP കേസിലേതിന് സമാനമായ പല ഘടകങ്ങളും പെരിയ കേസിലും കാണാം. TP കേസിൽ എന്നതുപോലെ ഉന്നത CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് വന്ന കേസ്. വെട്ട് 51 നിഷ്ഠൂരമായ കൊലപാതകം. പാർട്ടിയും സർക്കാരും പഠിച്ച പണി 18 നോക്കിയിട്ടും ഒടുവിൽ നീതിപീഠത്തിന് മുന്നിൽ ആയുധം വച്ച കീഴടങ്ങി. അക്രമരാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസെന്ന ആമുഖത്തോടെയാണ് കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കേസിൽ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും മുൻ MLA-യും CPIM നേതാവുമായ KV കുഞ്ഞിരാമനടക്കം 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിക്കുകയുണ്ടായി. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. വധശിക്ഷയാണ് പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബവും ആവശ്യപ്പെട്ടത്. പക്ഷേ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന ഗണത്തിൽ പെടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നിയമ നടപടികൾ മേൽക്കോടതിയിലേക്ക് തന്നെ. അതിവൈകാരിക കാഴ്ചകളാണ് വിധി വന്ന ശേഷം കോടതിയിലും പെരിയയിലെ സ്മൃതി മണ്ഡപത്തിലും കണ്ടത്. മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ കണ്ണുനീർ, അണികളുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളി, നേതാക്കളുടെ ആശ്വാസവാക്കുകൾ. വിധിയിൽ തൃപ്തരല്ലെന്നും ശിക്ഷാപ്രഖ്യാപനത്തിന് ശേഷം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. CPIM നേതാക്കൾക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞു പോയെന്നാണ് ആക്ഷേപം. അതേസമയം കനത്ത തിരിച്ചടിയിലും ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് CPIM. CBI കൂട്ടിലടച്ച തത്തയാണെന്നും തങ്ങളുടെ നേതാക്കളെ കൊലക്കേസിൽ പെടുത്തിയതാണെന്നും ആക്ഷേപം അവരും ഉന്നയിക്കുന്നു. കൊലയാളികളെ നേരിട്ട് സന്ദർശിച്ച CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി അവർക്ക് പാർട്ടിയുടെ എല്ലാ പിന്തുണയുമുണ്ടെന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കി. അവർ കമ്മ്യൂണിസ്റ്റ് സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല. ഉന്നത നേതാക്കൾ പരസ്പരം സഹകരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അണികൾ പരസ്പരം വെട്ടിച്ചാകാൻ നിൽക്കുന്നു എന്നൊരു പരാമർശം ഈ കോടതി ഉത്തരവിലുണ്ട്. കൊല്ലാനും ചാകാനും ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നത് നന്നാകും. അല്ലെങ്കിൽ പാർട്ടിക്ക് രക്തസാക്ഷികളെ കിട്ടുമ്പോൾ അനാഥമാകുന്നത് നിരവധി കുടുംബങ്ങളാണ്. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല.